ഭഗവാന്റെ തൃക്കണ്ണിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു ദിവ്യമായ ഒരു പ്രകാശമുണ്ട്. അതുപോലെ തന്നെ ഈ അമ്പലത്തിൽ വിളിയേക്കുന്ന ഭഗവാനാണ്, വാരിക്കോരിത്തരും. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. തിരുവനന്തപുരത്തുള്ളവർ പോലും ഇതുവരെ മനസ്സിലാക്കാത്ത ഒരു ക്ഷേത്ര ചൈതന്യമാണ് മഹാദേവൻ കുടിയിരിക്കുന്ന ശ്രീ വലിയ ഉദേശ്വരം മഹാദേവ ക്ഷേത്രത്തിലുള്ളത്. തിരുവിതാംകൂർ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവ് അദ്ദേഹത്തിന് 2 നിഴൽ ബാധകൾ പിന്തുടരുന്നുണ്ടായിരുന്നു. തിരുവനന്തപുരം നഗരത്തിലെ ആനേറ അരശൻമൂട് സ്ഥിതി ചെയ്യുന്ന ശ്രീ വലിയ ഉദേശ്വരം മഹാദേവ ക്ഷേത്രം. ഓം നമഃശിവായ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തിരുവനന്തപുരം ഗ്രൂപ്പിൽപ്പെട്ട ആനേറ വലിയ ഉദേശ്വരം മഹാദേവ ക്ഷേത്രം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്തായി ഏകദേശം 5 കിലോമീറ്റർ അടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ, ഇത്രയും വിശാലമായ ഒരു മഹാക്ഷേത്രം കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശംഭോ ശിവ ശംഭോ സ്വയംഭോ. ഗോപുരം കടന്ന് ആ പടി ഇറങ്ങുന്ന മാത്രയിൽ തന്നെ ഭക്തർ കാണുന്ന ഒരു ദിവ്യമായ പ്രകാശം, അതായത് ശ്രീകോവിലിനുള്ളിൽ നിന്നും 2 ആ വിളക്കുകൾക്കിടയിലായി ഭഗവാന്റെ തൃക്കണ്ണിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു ദിവ്യമായ ഒരു പ്രകാശമുണ്ട്. ആ ദിവ്യമായ പ്രകാശമാണ് ഭക്തരെ ക്ഷേത്രത്തിലേക്ക് വീണ്ടും വീണ്ടും ആകർഷിക്കുന്നത്. ശിവ ശംഭോ സ്വയംഭോ. ഭോ ശംഭോ ശിവ ശംഭോ സ്വയംഭോ. ഭോ ശംഭോ ശിവ ശംഭോ സ്വയംഭോ. ഭോ ശംഭോ ശിവ ശംഭോ സ്വയംഭോ. ഭോ ശംഭോ. ക്ഷേത്രത്തിന്റെ പ്രധാന ദേവതയായ മഹാദേവൻ ധ്യാനഭാവത്തിൽ കുടികൊള്ളുന്നു. ശിവലിംഗ പ്രതിഷ്ഠ പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്നാണ് സങ്കല്പം. മറ്റൊരു പ്രത്യേകത, ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള നമസ്കാര മണ്ഡപത്തിൽ നന്ദിയില്ല എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത. അവിടെ നിന്ന് പ്രദക്ഷിണമായി വരുമ്പോൾ കന്നിമൂലയിലായി മഹാഗണപതിയും തൊട്ടടുത്തായി തന്നെ ശ്രീ ധർമ്മശാസ്താവും പ്രതിഷ്ഠയുണ്ട്. നിർഗുണ പരബ്രഹ്മ സ്വരൂപ ഗമ ഗമ ഭൂത പ്രപഞ്ചരഹിത. നിർഗുണ പരബ്രഹ്മ സ്വരൂപ ഗമ ഗമ ഭൂത പ്രപഞ്ചരഹിത. നിജ ഗുഹ നിഹിത നിതാന്ത അനന്ത. നിജ ഗുഹ നിഹിത നിതാന്ത അനന്ത. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇവിടെ കാണുന്ന ഒരു രുദ്രാക്ഷ മരമുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു രുദ്രാക്ഷ മരം. അതിൻ്റെ മുന്നിലായി ഒരു ചടയപ്പസ്വാമിയുണ്ട്. ചടയപ്പസ്വാമി. ഈ ചടയപ്പസ്വാമി എന്ന് പറയുന്നെങ്കിൽ അത് ശരിക്കും അത് ജടയപ്പൻ എന്നുള്ളത് പറഞ്ഞാണ് അത് ചടയപ്പസ്വാമിയായി മാറിയത്. ഓ ശംഭോ ശിവ ശംഭോ സ്വയംഭോ. ശംഭോ ശിവ ശംഭോ സ്വയംഭോ. ശംഭോ ശിവ ശംഭോ സ്വയംഭോ. ഈ ചടയപ്പസ്വാമിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ കരിക്ക അതുപോലുള്ള സ്ഥലങ്ങളുടെ മൊത്തം നമ്മൾ ഈ കാണുന്ന സ്ഥലങ്ങൾ മൊത്തം പാടമായിരുന്നു. പാടം. ഈ പാടത്ത് പണിക്ക് വരുന്ന ആൾക്കാർ ഈ ചടയപ്പസ്വാമി, ശരിക്കും പറഞ്ഞാൽ മഹാദേവന്റെ വേറൊരു ഭഗവദേവനാണ് ഈ ചടയപ്പസ്വാമി. അപ്പൊ ഇവിടെ ഈ വരുന്ന പണിക്ക് പോകുന്നവര് ഇവിടെ ഭഗവാന്റെ മുന്നിൽ മധുസേവ നടത്തുമായിരുന്നു. ഭഗവാൻ മധുസേവ നടത്തിയതിന് ശേഷമാണ് അവര് പണിക്ക് പോയിക്കൊണ്ടിരുന്നത്. മധുസേവ അതുപോലെ പടുക്ക വഴിപാട് ഇതൊക്കെ ഈ ക്ഷേത്രത്തിൽ നടത്തിയിട്ടാണ് അവർ പണിക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇന്നും ഭക്തജനങ്ങൾ കാര്യസിദ്ധിക്ക് വേണ്ടി ഈ ചടയപ്പസ്വാമിയുടെ മുന്നിൽ പടുക്ക വഴിപാട് അതുപോലെ മധുസേവ നടത്തുന്ന ഒരു പതിവ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓ ശംഭോ ശിവ ശംഭോ സ്വയംഭോ. ശംഭോ ശിവ ശംഭോ സ്വയംഭോ. ശംഭോ
വലിയ ഉദീശ്വരം എന്ന് പറയുന്ന മഹാദേവ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് എഴുത്തുകുത്തുകളിലെല്ലാം വലിയ ഉദയാദിത്യപുരം മഹാദേവ ക്ഷേത്രം എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അത് ആൾക്കാരുടെ ഇടയ്ക്കാണ് വലിയ ഉദീശ്വരം എന്ന് ഒരു പേര് പ്രശസ്തിയും അറിയപ്പെടുന്നത്. പണ്ട് കാലത്ത് തന്നെ ഇവിടെ പുറത്തൊരു ഭജനമഠം പോലത്തെ ഒരു ഹോളുണ്ടായിരുന്നു. ആ ഹോളിനകത്ത് മനോരോഗ ചികിത്സയ്ക്ക് വേണ്ടിയും അങ്ങനെ മാനസികമായിട്ട് പ്രശ്നം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും ഇവിടെ വന്നിരുന്ന് വ്രതം അനുഷ്ഠിച്ച് അതിൻ്റെതായ പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ രോഗലക്ഷണങ്ങളെല്ലാം മാറിക്കിട്ടും എന്ന് വരെ നമുക്ക് പറയുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഇന്ന് ഈ അമ്പലം ഇത്രത്തോളം എത്തിക്കിരിക്കുന്നത്. ഇന്നും പല ആൾക്കാർക്കും വിളിച്ചാൽ കേൾക്കുന്ന ഒരു മഹാദേവൻ തപസ് ധ്യാനത്തിലാണ് പുള്ളിക്കാരനാണെങ്കിൽ പോലും നമുക്ക് പറയേണ്ട കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചടയപ്പ സ്വാമിയുടെ അടുത്ത് പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നാൽ മാത്രം മതി. ഒരു പ്രൈവറ്റ് സെക്രട്ടറി എന്ന പോലെയോ പുള്ളിക്കാരൻ എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ സമയത്ത് ഇതെല്ലാം പറഞ്ഞ് നമ്മൾ ആ ഒരു ആഗ്രഹം എല്ലാം സാധിച്ചു തരുന്നത്. കുറച്ച് സമയമെടുക്കുന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. എങ്കിലും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അതിൻ്റെതായ സമയത്ത് നമുക്ക് അത് നേടിത്തരാനും ഈ മഹാദേവന് സാധിക്കും. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് കാണപ്പെടേണ്ടത്. ചടയപ്പ സ്വാമിയെയും തൊഴുത് ഈ കാണുന്ന പ്രദക്ഷിണ വഴികളിലൂടെ വരുമ്പോൾ പടിഞ്ഞാറ് ദർശനമായുള്ള ഈ കാണുന്ന വീരരക്ഷസ് ബ്രഹ്മരക്ഷസ് എന്ന 2 മൂർത്തികളുണ്ട്. ഈ വീരരക്ഷസ് ബ്രഹ്മരക്ഷസിനെ കുറിച്ച് പറയുമ്പോഴാണ് ഈ ക്ഷേത്രത്തിന്റെ യഥാർത്ഥ ചരിത്രം ഉറങ്ങിക്കിടക്കുന്നത്. ഗംഗാധര ശങ്കര കരുണാകര മാമവ ഭവസാഗര താരക. ഗംഗാധര ശങ്കര കരുണാകര മാമവ ഭവസാഗര താരക. ഓ ശംഭോ ശിവ ശംഭോ സ്വയംഭോ. ഓ ശംഭോ ശിവ ശംഭോ സ്വയംഭോ. തിരുവിതാംകൂർ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവ് നാട്ടുരാജ്യങ്ങൾ കീഴടക്കി വാണരുളുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് 2 നിഴൽ ബാധകൾ പിന്തുടരുന്നുണ്ടായിരുന്നു. ഈ 2 നിഴൽ ബാധകൾ മനസ്സിലാക്കിയ കൊട്ടാരം രാജഗുരു ദേവപ്രശ്നം വെച്ച് നോക്കുകയും അതിൽ നിന്നൊരു ആശ്രയത്തിനായി വലിയ ഉദയാച്ചപ്പൻ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ഈ ക്ഷേത്രത്തിൽ വരികയും ഇവിടെ നമ്മൾ ഈ കാണുന്ന ക്ഷേത്രക്കുളത്തിനടുത്തായി പണ്ടൊരു ഭജനമഠം ഉണ്ടായിരുന്നു. അവിടെ ഒരു യോഗീശ്വരൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ മഹാരാജാവ് കാണുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം തുടർച്ചയായി 41 ദിവസം ക്ഷേത്രത്തിൽ ഭജനമിരുന്ന് രാവിലെ നിർമാല്യ ദർശനം നടത്തി കദളിപ്പഴവും വെണ്ണയുമാണ് രാവിലെ നിവേദ്യ പ്രസാദം കഴിക്കുകയും അതുപോലെ ഭഗവാന്റെ പടച്ചോറും കഴിച്ച് അങ്ങനെ തുടർച്ചയായി മഹാരാജാവ് 41 ദിവസം വ്രതമനുഷ്ഠിക്കുകയും തൻഫലമായി മഹാദേവൻ സംപ്രീതനായി ഈ 2 നിഴൽ രൂപങ്ങളെ ഈ കാണുന്ന വീരരക്ഷസും ബ്രഹ്മരക്ഷസുമായി പ്രതിഷ്ഠിച്ചതാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന ഈ 2 പ്രതിഷ്ഠ. എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത വിഗ്രഹ പ്രതിഷ്ഠകളുള്ള, അതായത് ഈ വീരരക്ഷസിനും ബ്രഹ്മരക്ഷസിനും വിഗ്രഹ പ്രതിഷ്ഠകളുള്ള മറ്റ് ക്ഷേത്രങ്ങൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് ഈ വലിയ ഉദയാച്ചപ്പന്റെ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത. ശിവരാത്രിയോടനുബന്ധിച്ച് ദേവസ്വം ബോർഡും ഉപദേശ സമിതിയും ചേർന്നാണ് ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എത്രത്തോളം ഭക്തജനങ്ങൾ വന്നാൽ നമുക്ക് ദർശനത്തിനെല്ലാം ഉള്ള സൗകര്യങ്ങളെല്ലാം ദേവസ്വം ബോർഡും ഉപദേശ സമിതിയും ചേർത്ത് ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ദിവസവും 3 നേരം പൂജകൾ അർപ്പിക്കുന്ന ഒരു മഹാക്ഷേത്രമാണ് വലിയ ഉദയേശ്വര മഹാദേവ ക്ഷേത്രം. വൃശ്ചിക മാസത്തിലെ തിരുവാതിര ആറാട്ട് വരുമാറാണ് ക്ഷേത്രത്തിന്റെ ഉത്സവം ക്രമീകരിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ താന്ത്രികാവകാശം വഞ്ചൂര് അത്തിയറ മഠത്തിനാണ്. എല്ലാ മലയാള മാസവും 1-ാം തീയതി കൂട്ട മഹാഗണപതി ഹോമവും തിരുവാതിര നാളിലെ മൃത്യുഞ്ജയ ഹോമവും കൂടാതെ പ്രദോഷം കാര്യസിദ്ധിക്കായുള്ള ഒരു പ്രധാന പൂജയാണ് ശിവപൂജ. എല്ലാ മാസവും പക്കപ്പിറന്നാൾ തോറും 11 മാസം തുടർച്ചയായി ഈ കാര്യസിദ്ധിക്കുള്ള ശിവപൂജ ഒത്തിരി ഭക്തർ അവരുടെ കാര്യസിദ്ധിക്കായിട്ട് ഈ ശിവപൂജ 11 മാസം നടത്തി അവരുടെ കാര്യങ്ങൾ നടന്നതായിട്ട്
ഭക്തർ തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ്. വളരെ മനോഹരമായ ഒരു സർപ്പക്കാവ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ എല്ലാ മാസവും ആയില്യത്തിന് നാഗരൂട്ടായി തന്നെ ഊട്ടായിട്ട് തന്നെയാണ് ഇവിടെ ഇപ്പോഴും ആയില്യ പൂജകൾ നടത്താറ്. ഈ കാവിനടുത്തായിട്ട് കാണുന്ന ഒരു വിശാലമായ ഒരു ക്ഷേത്രക്കുളമുണ്ട്. വലിയ ഉദയായിച്ചപ്പൻ്റെ ഈ ക്ഷേത്രക്കുളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി മഹാക്ഷേത്രങ്ങളിലെ ആറാട്ട് നടക്കുന്നത് നമ്മൾ ഈ കാണുന്ന ഈ മഹാദേവന്റെ ക്ഷേത്രക്കുളത്തിലാണ്. അത് പറയുമ്പോൾ മഹാക്ഷേത്രങ്ങളായ കരിക്കകം, വെൺപാലവെട്ടത്തമ്മ, പോറ്റിവിളാകം, കിഴക്കതിൽ ദേവീക്ഷേത്രം, പഞ്ചമി ക്ഷേത്രം, അങ്ങനെ ഒട്ടനവധി ക്ഷേത്രങ്ങളിൽ ആറാട്ട് നടക്കുന്നതും ക്ഷേത്രങ്ങളിലെ മിക്ക ക്ഷേത്രങ്ങളുടെയും ആറാട്ട് അല്ലെങ്കിൽ ക്ഷേത്ര ഘോഷയാത്ര പുറപ്പെടുന്നതും ഈ മഹാദേവന്റെ തിരുമുന്നിൽ നിന്നാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ശംഭോ ശിവ ശംഭോ സ്വയംഭോ. ഈ ശിവരാത്രി ദിവസം ഇവിടെ ഭക്തജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭക്തിയോടുകൂടി ഈ പ്രദേശം മൊത്തവും ഉള്ള ആൾക്കാർക്കും ഈ അമ്പലത്തിന് ചുറ്റും വളരെ ഭവ്യതയോടുകൂടി പ്രാർത്ഥനയോടുകൂടി അവർക്ക് നടന്നു പോകുന്ന ഒരു കാഴ്ച തന്നെ കാണുമ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്ക് തന്നെ ഒരു നിർവൃതിയും ഒരു ഭക്തിയും മനസ്സിൽ തോന്നാറുണ്ട്. കാരണം ഭൂമിയെ പോലും കാണാൻ പറ്റാത്ത തരത്തിലുള്ള ആ ജനസാന്ദ്രം അത് കാണേണ്ടത് തന്നെയാണ്. അതൊരു അനുഗ്രഹം, അവിടെ വന്ന് തൊഴുന്നവർക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹം തന്നെയാണ് ഈ വലിയ ഉദയാദിശ്വരം മഹാദേവ ക്ഷേത്രം. ഹര ഹര ശങ്കര മഹാദേവ ജയ ശിവ ശിവ ശങ്കര മഹാദേവ്. ഹര ശങ്കര മഹാദേവ ജയ ശിവ ശിവ ശങ്കര മഹാദേവ്. ഇതിൻ്റെ ദേവസ്വം ബോർഡ് അമ്പലത്തിൽ കഴിഞ്ഞ 6 വർഷമായി ജോലി നോക്കി വരികയാണ്. ഇതിൻ്റെ കീഴൂടുള്ള കരിക്കയം കാവങ്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ പാർട്ട് ടൈം ശാന്തിക്കാരനായി പിന്നെ പ്രൊമോഷനായി ഈ അമ്പലത്തിൽ തന്നെ ശാന്തി അനുഷ്ഠിക്കാൻ കഴിഞ്ഞതിൻ്റെ മഹാഭാഗ്യമായി കരുതുന്നു. ഹര ശങ്കര മഹാദേവ ജയ ശിവ ശിവ ശങ്കര മഹാദേവ്. ഹര ഹര ശങ്കര മഹാദേവ ജയ ശിവ ശിവ ശങ്കര മഹാദേവ്. ഹര ഹര ശങ്കര മഹാദേവ ജയ ശിവ ശിവ ശങ്കര മഹാദേവ്. ഹര ഹര ശങ്കര മഹാദേവ ജയ ശിവ ശിവ ശങ്കര മഹാദേവ്. ഹര ഹര ശങ്കര മഹാദേവ ജയ ശിവ ശിവ ശങ്കര മഹാദേവ്. തെക്കൻ കേരളത്തിലെ ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന വലിയ ഉദയായിച്ചപ്പൻ്റെ അനുഗ്രഹ വർഷങ്ങൾ മഹാശിവരാത്രി നാളിൽ എല്ലാ ഭക്തർക്കും ലഭിക്കട്ടെ എന്ന് മഹാദേവന്റെ നാമധേയത്തിൽ പ്രാർത്ഥിച്ചു കൊള്ളുന്നു. ഓം നമഃ ശിവായ.